ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ബിഗ് ബോസിൻ്റെ അടുത്തൊരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. കഴിഞ്ഞ 2 എപ്പിസോഡ് റിവ്യൂ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഷോർട്സ് ഇട്ടായിരുന്നു, ബിഗ് ബോസിലേ കണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഫുൾ അടി. ഇന്നലത്തെ എപ്പിസോഡിൽ 3-4 അടി 3-4 കരച്ചിലൊക്കെയാണ് കഴിഞ്ഞത്. എന്തോ ഞാൻ പറഞ്ഞത് ബിഗ് ബോസിന് മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയ തന്നെ രേണു സുധി കണ്ണാടിയിൽ നോക്കിയിട്ട്, അതായത് ബിഗ് ബോസിലെ ഏറ്റവും ഫേസ് സൂമായി കിട്ടുന്ന ആ ഒരു സ്പേസിൽ ഇരുന്നിട്ട് രേണു സുധി കരഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയത്. പക്ഷെ അത് ഒരു കോമഡി സംഭവം. ആള് വിഷമമായിട്ട് കരഞ്ഞതായിരുന്നു. കരഞ്ഞിട്ട് ഒരു തത്തേനെ പിടിച്ചിട്ട് തത്തമ്മ ഇതിന് കണ്ണുമില്ല, കണ്ണില്ലാതെ നിന്നോടൊക്കെ ഇതിനാ പറയുന്നുണ്ട്. അതൊരു ഫണ്ണി ആയിട്ട് എനിക്ക് എന്താ അറിയില്ല, അങ്ങനെ ഒരു വൃത്തികെട്ട സ്വഭാവം എനിക്കുണ്ട്. എല്ലാവരും കരയണം കണ്ടാലും എനിക്ക് ചിരി വരും, എന്തെങ്കിലും ചിരിക്കാനുള്ളത് അതിനകത്തുണ്ടാവും. അങ്ങനെ രേണു സുധിയുടെ കരച്ചിലോട് കൂടിയാണ് അത് തുടങ്ങിയത്. വീട്ടിലെ കാര്യങ്ങൾ മിസ് ചെയ്യുന്നു, അതും മാത്രമല്ല കാപ്പിയും ക്രീം ബിസ്ക്കറ്റും ഒക്കെ കഴിക്കുന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കരഞ്ഞത്. പിന്നെ ഇനി അത് കഴിഞ്ഞ് രേണുസുധി അങ്ങോട്ട് പോയപ്പോൾ തന്നെ അനീഷ് രേണുസുധീനെ ചൊറിയാൻ പോയി ഓരോന്ന് പറഞ്ഞിട്ട്. കണ്ണടച്ചപ്പോൾ പട്ടി കുരച്ചില്ലല്ലോ എന്നുണ്ട്. അവരുടെ അടി ഫുൾ അവർ സീരിയസ് ആയിട്ട് അടി ചെയ്യുകയാണെങ്കിലും നമുക്കതൊരു കോമഡി ആയിട്ടാണ് തോന്നുന്നത് ഫുള്ള്. അത് എനിക്ക് മാത്രമാണോ എന്ന് എനിക്കറിയില്ല, അതെനിക്കൊരു ഫണ്ണി കോമഡി ആയിട്ടാണ് ആ അടി തോന്നുന്നത്. കാരണം അവർ പറയുന്നത് അങ്ങനെയാണ്. ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറായി. അത് ഫസ്റ്റ് തന്നെ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തേന്ന് പറഞ്ഞത് റെന പോയിട്ട് ഒനീലിനെ ചൊറിഞ്ഞു. ഞാൻ ലൈവ് കണ്ടില്ല, എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. റെന വെറുതെ പോയിട്ട് ഒനീലിനെ ചൊറിഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിലൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് റെന കരഞ്ഞു. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡിന് പറഞ്ഞു എനിക്കിനി ഫുഡ് വേണ്ട, ഫുഡ് കഴിക്കാൻ നേരത്തെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ പറഞ്ഞതെന്നുള്ള ഭാഗം അവിടെ കാണിച്ചിട്ടില്ല. ഫുഡിന് കണക്ക് പറഞ്ഞു എന്നാണ് പറയുക. കണക്ക് പറഞ്ഞാൽ ഞാൻ കേട്ടില്ല. പക്ഷെ അനീഷ് ഫുള്ള് അനീഷ് അടിയായി അനീഷ് എന്ന് മാത്രം പറയാൻ കിട്ടുന്നുള്ളൂ. ഒനി കാർഡ്, അതായത് റെനയല്ല ഏജ് കാർഡ് ഇറക്കിയത്. ഒനിയിൽ ഫുള്ള് നീ ജെൻസിയാണ്, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ജെൻസീനെ കുറേ പറഞ്ഞു. സംഭവം അവരങ്ങനെയാണ്. പക്ഷേ എന്നാലും അങ്ങനെ പറഞ്ഞപ്പോൾ അത് റെനക്ക് അവിടെ എവിടെയും കൊണ്ടുവന്ന് തോന്നുന്നു. പിന്നെ റെന ഫുള്ള് കരഞ്ഞത് കഴിക്കുന്ന ഫുഡിനെ കണക്ക് പറഞ്ഞു എന്നുകൊണ്ടാണ്. അങ്ങനെ ഒരു കണക്ക് പറഞ്ഞാൽ ലൈവ് ഞാൻ കണ്ടിട്ടില്ല, എപ്പിസോഡിൽ അങ്ങനെ ഒരു കണക്ക് പറഞ്ഞ ഭാഗം കണ്ടില്ല. പക്ഷേ എനിക്കിനി ഫുഡ് വേണ്ട, ഞാൻ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പോയി. എല്ലാവരും ഫുഡ് കൊടുക്കാൻ നിർബന്ധിക്കാൻ പോകുന്നുണ്ട്. കഴിച്ചോ ഇല്ലയോ എന്നുള്ളത് കാണിച്ചിട്ടില്ല. ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടോ, കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല, ചപ്പാത്തിയൊക്കെ അല്ല അവിടെ ഉള്ളൂ. വിശന്നാൽ പിന്നെ ആരായാലും കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, പിന്നെ പണിപ്പുര ടാസ്ക്. അപ്പോൾ പണിപ്പുര ടാസ്കിലോട്ടേക്ക്, അതായത് അവർക്കുള്ള സ്വന്തം സാധനം എടുക്കാം, മറ്റേതും എടുക്കാം. അപ്പോൾ ഇവർ വീട്ടിലോട്ടേക്കുള്ള ഫുഡ് എടുക്കാമെന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോൾ ഒറ്റയ്ക്ക് ഉള്ള സാധനങ്ങൾ മാത്രമേ കിട്ടുള്ളൂ എന്ന രീതിയിൽ ബിഗ് ബോസ് അതിനെ മാറ്റി. ബിഗ് ബോസ് പിന്നെ എല്ലാം കേട്ടോണ്ടിരിക്കുകയാണല്ലോ, ഓർക്ക് ഇഷ്ടമുള്ളപ്പോൾ മാറ്റാമല്ലോ, നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ സ്ക്രിപ്റ്റഡ് അല്ലല്ലോ, അതിനനുസരിച്ച് മാറ്റുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എന്താണ്, അക്ബറിന് ഇഷ്ടമുള്ള സാധനങ്ങൾ പൊറോട്ടയോ നൂഡിൽസോ ബിരിയാണിയോ എന്തൊക്കെയോ എടുക്കാമെന്നാക്കി. അപ്പോൾ അവൻ പോയി എന്തൊക്കെയോ സാധനങ്ങൾ എടുത്ത് കൊണ്ടുവന്നു. 500 പോയിന്റ്സിനായിരുന്നു എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ മൊത്തത്തിൽ കൂട്ടി നോക്കിയപ്പോൾ 500 പോയിന്റ്സിൽ കൂടുതലായി. അപ്പോൾ അനീഷ് ബിഗ് ബോസായി. എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ഇത് ക്യാൻസൽ ചെയ്യുന്നതാണ്. ഇത് കേട്ടത് അപ്പാനിയൊക്കെ എണീറ്റ് എല്ലാവരും അനീഷിന് ഫുൾ ചെറുതപ്പിച്ചപ്പോൾ അടിപ്പിടി ഫുൾ സീൻ, ഫുൾ കച്ചറിയായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അതിനകത്തുള്ള ഫുൾ ഒഴിവാക്കിയിട്ടില്ല, 500 പോയിന്റ്സിൽ എക്സ്ട്രാ ആയത് മാത്രം നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഒഴിവാക്കാന്നുള്ള രീതിയിലോട്ടേക്ക് മാറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ അനുമോളും ആര്യൻ എന്തോ മിഡിൽ ഫിംഗർ കാണിച്ചു എന്ന് പറഞ്ഞിട്ട്, അതായത് കാണിച്ചിട്ടില്ല, ഫിംഗർ വേറെ ആയിരുന്നു, പക്ഷെ അങ്ങനെ ആക്കി എന്ന് പറഞ്ഞിട്ട് അനുമോൾ പിന്നെയും കരഞ്ഞു. അപ്പോൾ ശാരിക അവിടുന്ന് പറയുന്നുണ്ട്, ഓക്കെ എല്ലാവരും സമാധാനിപ്പിക്കാൻ പോകുന്ന ആൾക്കാരെവിടെ, അവർ പോയിട്ട് സമാധാനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ശാരിക അവിടുന്ന് മെയിൻ ആവുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അനുമോളുടെ കരച്ചിലായി. ഇപ്പോൾ രേണുസുതി കരഞ്ഞു, റെന കരഞ്ഞു, അനുമോൾ കരഞ്ഞു. ഇനി ആരാ കരഞ്ഞുള്ള, ഇനി ആരും കരഞ്ഞില്ല. പിന്നെ അടുത്തൊരടി. പിന്നെ അടുത്തത് ക്യാപ്റ്റൻസി ടാസ്കിലോട്ടേക്ക്. ക്യാപ്റ്റൻസി ടാസ്കിൽ ഷാനവാസ് ജയിച്ചു. പക്ഷെ അതൊക്കെ ഒരു സിമ്പിൾ ഗെയിമായിട്ടാണ്, സിമ്പിൾ ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു സാധനത്തിൻ്റെ മുകളിൽ നിന്ന് കണ്ണിട്ടിട്ട് നമ്മൾ ഉറിയടിക്കണ പോലെ ഇങ്ങനെ അടിച്ച് വീഴ്ത്തുക എന്നുള്ളത്, അതൊക്കെ അത്ര ഹാർഡായിട്ട് എനിക്ക് തോന്നിയില്ല. കാണുമ്പോൾ ചിലപ്പോൾ കളിക്കുമ്പോൾ ഹാർഡായിരിക്കും, പക്ഷെ കാണുമ്പോൾ എന്താണ് ജസ്റ്റ് ഒരു റൗണ്ടിൽ നിന്നിട്ട് വടി വെച്ച് അടിക്കുക. അതിപ്പോൾ കണ്ണ് കെട്ടിയാലും ഇല്ലെങ്കിലും അത്ര ഹാർഡായിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതിനകത്ത് ഷാനവാസ് വിൻ ചെയ്തു. അപ്പോൾ അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് ഷാനവാസാണുള്ളത്. അത് കഴിഞ്ഞിട്ടായിരുന്നു നെവിനും ബിൻസി ആയിട്ടുള്ള അടി. രാവിലെ തുടങ്ങിയപ്പോൾ തന്നെ ബിൻസിൻ്റെ അടുത്ത് ചെന്നിട്ട് നെവിൻ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി എന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞതാണ് നെവിൻ. പക്ഷെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴേക്ക് ബിൻസി നെവിനും ഫുൾ അടി, ഫുൾ കച്ചറ, എന്തൊക്കെയോ പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ട് ഇട്ടു. പക്ഷെ ആർജയുടെ സംസാരം അപ്പോഴാണ് പുറത്തു വന്നത്. നന്നായിട്ട് സംസാരിച്ചു. അത് മുന്നത്തെ ദിവസം ഷാനവാസിനോട് സംസാരിച്ചപ്പോഴും നന്നായിട്ട് ബിൻസി സംസാരിച്ചായിരുന്നു. വാലിഡ് പോയിന്റ്സ് ആണ്, കറക്റ്റ് എന്താണോ പറയാനുള്ളത് അതാണ് പറയുന്നത്. അപ്പോൾ നെവിൻ ഇവള് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷാനവാസ് അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇവളോട് സംസാരിച്ച് എൻ്റെ സൗണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ക്ലാപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് അവർ പറയാൻ സൗണ്ട് ഇല്ല, അതുകൊണ്ട് അവിടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് സപ്പോർട്ട് കൊടുക്കുകയാണ്. ഷാനവാസ് എല്ലാ അടിയുടെ ഇടയിലും കയറി പോകും, അതുകൊണ്ട് മൂപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു അടി ഉണ്ടായിരുന്നു ബെൻസിയും അവനും തമ്മിൽ. നാളെ ചിലപ്പോൾ റെഡി ആവുമായിരിക്കും, പറയാൻ പറ്റില്ല.
രാവിലെ നിനക്ക് വേണ്ടി എന്തും ചെയ്യുന്നുണ്ട്, വൈകുന്നേരം കച്ചറായ ടീംസാണ് അവർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ജയിൽ നോമിനേഷൻ ആയിരുന്നു. അപ്പോൾ ലീഡറിന് അനീഷിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു ബിഗ് ബോസ് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അനീഷിനെ അതിന് മുന്നേ ചൊറിഞ്ഞായിരുന്നു അപ്പാനി ശരത്ത്. പക്ഷെ അപ്പാനി ശരത്ത് ചൊറിയുന്ന രീതി എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അത് നിനക്ക് എന്ത് കഴിവാണുള്ളത്, ഞങ്ങൾ കലാകാരന്മാരാണ്, ഞങ്ങൾ കലാകാരന്മാരെ വില നിനക്ക് അറിയില്ല. അതായത് അനീഷിനൊരു സംഭവം അനീഷ് ചൊറിയാണ്, എന്നാലും അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഓരോ മനുഷ്യന്മാർക്കും അവരുടേതായ കഴിവുകളും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ കലാകാരന്മാരെ പോലും നിനക്ക് എന്ത് കഴിവാണുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് ശരത്ത് അപ്പാനി ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അനീഷ് എന്താണ് ഡയറക്റ്റായിട്ട് ശരത്തിനെ നോമിനേറ്റ് ചെയ്തു ജയിലിലോട്ടേക്ക്. പിന്നെ എല്ലാവരുടെ പോയിന്റ്സും കാര്യങ്ങളും കൊണ്ട് അനുമോളും രണ്ടുപേരും ജയിലിൽ. പക്ഷെ ജയിലിൽ അവർ രണ്ടുപേരും ഫണ്ണിയായിരുന്നു. ചപ്പാത്തി പരത്തുന്നു, നമ്മളെ മതിലുകളുടെ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് രസമുണ്ടായിരുന്നു. അതിന് രാത്രി എപ്പിസോഡ് അതുകൊണ്ട് തീർന്നു. രാത്രി ലൈവ് കണ്ടപ്പോൾ ലൈവിൽ മഴ ഉണ്ടായിരുന്നു. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനീഷ് പുറത്ത് കൂടെ വന്നിട്ട് ബിഗ് ബോസ് കോമൺ സെൻസ് ഉപയോഗിക്കുക. എൻ്റെ ഒരു വീഡിയോ ഞാൻ അതിൻ്റെ ലൈവ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ് കോമൺ സെൻസ് ഉപയോഗിക്കൂ, മഴ പെയ്യുന്നുണ്ട്, ഈ ടാസ്ക് നിർത്തി വെക്കണം ബിഗ് ബോസ്. അത് പക്ഷേ ടാസ്ക് നിർത്താൻ വേണ്ടിയിട്ടല്ല, പിറ്റേന്നും കൂടെ അവർക്ക് ആ പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അനീഷ് ആ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടാസ്ക് നിർത്താൻ അങ്ങോട്ടും കൂടെ നടക്കേണ്ടിയിരുന്നു. ടാസ്ക് നിർത്തിയൊന്നുമില്ലെന്ന് തോന്നുന്നു. ഞാൻ ഉറങ്ങിപ്പോയി, പിന്നെ ബാക്കി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരേക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.